ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞു. അതായത് ഒരു ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം, ഒരാളുടെ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കയറി കാണുക. ഇനിയിപ്പോൾ അഥവാ ഞാനൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വാട്സാപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്റ്റിച്ചിങ് ക്ലാസ്സസ് മാത്രമേ അതിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പല ടൈപ്പിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്ക് തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സസ് മാത്രമേ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. താല്പര്യമുള്ളവർ കയറി ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ എല്ലാ വീഡിയോകളും നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയറി കാണാൻ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കാണാനും പറ്റും. ആ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കും. അത്രയേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് എടുത്ത മെഷർമെൻറ്റ് എങ്ങനെ നമുക്ക് ഒരു ക്ലോത്തിൽ അപ്ലൈ ചെയ്യാം, അത് മാർക്ക് ചെയ്യണത് എങ്ങനെയാണെന്നും അത് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഞാനൊരു ടീച്ചറോ പ്രൊഫഷണലോ അല്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ തെറ്റുകളും ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. അപ്പം എനിക്കറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കൂട്ടം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഒരു പേന, പിന്നെ നമ്മുടെ മെഷറിംഗ് ടാപ്പ്, പിന്നെ അപ്പുറത്തെ ഒരു ലോങ് സ്കെയില്, പല സ്കെയിലുകളുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം. ഇതേപോലെ ഒരു ബുക്ക് മസ്റ്റായിട്ട് വേണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ നോട്ടൊന്നും ബോർഡിൽ എഴുതി തരുന്ന പരിപാടിയൊന്നുമില്ല. പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയെടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള അതേ ബുക്ക് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ബുക്കിലായിരിക്കും, കാരണം എനിക്ക് ബോർഡൊന്നും ഇല്ല വരച്ച് കാണിച്ചു തരാനായിട്ട്. ഞാൻ ഇതേപോലത്തെ ബുക്കിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നത്. അത് നിങ്ങൾ അതേപോലെ പകർത്തി നിങ്ങൾ തന്ന ആ മെഷർമെൻറ്റ്, ഞാൻ തന്ന ആ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തിട്ട് നിങ്ങൾ തയ്ക്കണം കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് തുണി മടക്കിയിടണ്ടേ എന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു ചുരിദാർ എന്ന് പറഞ്ഞാൽ കുർത്തി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നല്ല. ചുരിദാർ എന്ന് പറയുമ്പോൾ പാൻറ്റും ഷോളും ഒക്കെ ഉണ്ടാവും, അതിനെയാണ് ചുരിദാർ എന്ന് പറയുന്നത്. കുർത്തി എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, സാധാ ഒരു സ്ലിറ്റ് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ എത്ര മീറ്റർ തുണി വേണ്ടി വരും എന്ന് മനസ്സിലാക്കണം. അപ്പം അതായത് നമ്മളിവിടെ ഇഞ്ചസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും, അതായത് മെഷർമെന്റ് അടയാളപ്പെടുത്തുന്നതെങ്കിലും നമ്മൾക്ക് ക്ലോത്ത് വാങ്ങുമ്പോൾ നമ്മൾ മീറ്ററിലാണ് വാങ്ങുന്നത്. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞാല് 100 സെന്റിമീറ്റർ, അതായത് 39 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 100 സെന്റിമീറ്റർ കേട്ടോ. നിങ്ങൾ ടാപ്പ് എടുക്കുക. ടാപ്പിൽ ബ്ലൂ കളറുള്ള ഈ സൈഡ്, നിങ്ങളുടെ ചിലപ്പോൾ പിങ്കോ യെല്ലോ ഏതെങ്കിലും കളറായിരിക്കും. അപ്പോൾ കളർ വരുന്ന ഭാഗത്തുള്ളത് എടുക്കുക. അതിൽ 39 നോക്കുക. 39ന്റെ താഴെ കണ്ടോ 100 നേരിടുന്നത്, അതാണ് സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ വേണം നമ്മൾ ക്ലോത്ത് തുണി എടുക്കാനായിട്ട്. അതായത് ഒരു ഫ്രണ്ട് പോർഷനോ ഏതെങ്കിലും ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 മീറ്റർ തുണി വേണം. അപ്പം നമുക്ക് 2 പുറം സ്റ്റിച്ച് ചെയ്യണ്ടേ, അപ്പൊ 2 മീറ്റർ വേണം. പക്ഷെ നമ്മുടെ എത്രയാണ് നമ്മൾ അളന്ന ആ മെഷർമെന്റ്, ഫുൾ ലെങ്ത് എന്നും പറഞ്ഞ് നമ്മൾ അളന്ന് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടയാളപ്പെടുത്തിയില്ലായിരുന്നു 44 ഇഞ്ചസ്. നമ്മൾ ഒരു ഡമ്മിന്ന് മെഷർമെന്റ് എടുത്തില്ലേ ഫുൾ ലെങ്ത്, അത് എത്രയാണ് വരുന്നത്? 44. അപ്പൊ നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് എത്ര ലെങ്ത് വരുന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ 44 ഇപ്പൊ എടുക്കാം. 44 ലെങ്ത് വരുമ്പോൾ നമുക്ക് എത്ര മീറ്റർ തുണി വേണ്ടി വരും? ഇപ്പൊ ഇവിടെ കണ്ടില്ല 39 ഇഞ്ചസിലാണ് 100 മീറ്റർ വന്നേക്കണത്. അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് 44 കണ്ടോ, 112 സെന്റിമീറ്റർ എങ്കിലും വേണം തുണി വേണ്ടത്. അപ്പൊ എങ്ങനെ പോയാലും നമ്മളൊരു 3 മീറ്റർ തുണി എന്തായാലും മേടിക്കണം. ഏത് ടൈപ്പ് ലൈൻ ആയാലും സ്ലിറ്റ് ആയാലും വരുമ്പോൾ ഒരു 3 മീറ്റർ തുണി എന്തായാലും മേടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ ക്ലോത്ത് ആണ്. 2.5 മീറ്ററും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം സ്ലിറ്റ് ആയിട്ട് തയ്ക്കാനായിട്ട് 2.5 മീറ്റർ മതിയായിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ലെങ്ത് പറഞ്ഞിട്ട് 44 ഇഞ്ചാണ് പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്
ഇതാണ് വിഡ്ത്ത് വൈസ്. നമുക്ക് ഫോണിൽ എത്രമാത്രം കാണാൻ പറ്റും അറിയില്ല. ഇത് വിഡ്ത്ത് വൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ലെങ്ത് അല്ല, വിഡ്ത്ത്. അതായത് ഈ സൈഡ് തേരും ഈ സൈഡ് തേരെന്ന് പറയുന്നത് കണ്ടോ, ഇത്രയും കട്ടിയുള്ള ഈ ഭാഗത്തേക്കാണ് തേര് വശം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സൈഡും തേര് വരുന്ന ഭാഗം ഇങ്ങനെ പിടിച്ചാലുള്ളതാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിച്ചാലുള്ള ഭാഗം വിഡ്ത്ത്. അപ്പൊ ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചാല്, ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ പിടിക്കണം, രണ്ടാക്കി മടക്കാം. വിഡ്ത്ത് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിടാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളൊരു തുണി തേര് ഭാഗം പിടിച്ച് ഇങ്ങനെ മടക്കി ഒരുമിച്ച് വെക്കുന്നു. അതിനെ നീളനെ ഇങ്ങനെ എടുത്ത് രണ്ടാക്കി മടക്കുന്നു. ഇതിൽ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുൾ ലെങ്ത്ത് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എത്രയാണോ ഇഞ്ചസ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടുതൽ നമ്മൾ എടുക്കണം. ഇവിടെ 44 എടുക്കുമ്പോൾ നമ്മൾ ഒരു 2 ഇഞ്ച് കൂടുതലെടുത്ത് 46 വേണം എടുക്കാനായിട്ട്, വരയ്ക്കാനും കട്ട് ചെയ്യാനായിട്ട്. അത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മുകൾ വശം ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് 4 മടക്കിയിട്ടേക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബുക്കിൽ വരച്ച് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ക്ലോത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനൊരു കൂട്ടം കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പാറ്റേൺ മേക്കിംഗ് പേപ്പർ. അപ്പൊ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പാണ് ഈ പേപ്പർ വരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തുണി നിങ്ങൾക്ക് വെട്ടി പഠിക്കാൻ തുണി ഇല്ല എന്ന് വെച്ചാൽ ഇതേപോലെ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ ചട്ടി ഇടുന്ന പേപ്പർ എടുക്കുക, അതായത് എടുക്കുക. അതും ഇല്ലാത്തത് ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ കണക്ട് ചെയ്ത് ഒട്ടിച്ച് അതെടുക്കും. ഇപ്പൊ ഇത് ഞാൻ അതിൽ പോർഷൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പൊ ഞാൻ മടക്കണ കാണിച്ചല്ലോ, അതേപോലെ തന്നെ ഇതും മടക്കാൻ കേട്ടോ. വിഡ്ത്ത് വൈസ് ആയിട്ട് മടക്കി ഇതിലാണ് മാർക്ക് ചെയ്യുന്നത് കാണിക്കുന്നത്. രണ്ടാക്കി മടക്കാം. ഇതിപ്പോ ഞാൻ 44 ഇഞ്ചസ് ഒന്നും എടുത്തിട്ടില്ല. അത് ഒരു കുറച്ച് പോർഷനാണ് എടുത്തിട്ടുള്ളൂ. കാരണം വീഡിയോയില് ഫുള്ളായിട്ട് കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു പോർഷനിൽ എന്റെ ബാക്കിയുള്ളതൊക്കെ കാണിക്കാൻ വിചാരിച്ചാൽ ഇത്ര ഭാഗമുള്ളത് എടുത്തേക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത് പഠിക്കുമ്പോ ആ 44 ലെങ്ത്തിൽ തന്നെ എടുത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് പഠിക്കുക. അതിനുശേഷം തുണിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെന്ന് വെച്ചാല് അതായിരിക്കും നല്ലത്. ഇനിയിപ്പൊ ബേസിക് ഉള്ള ആ കാര്യം തുണിയിൽ തന്നെ ഫസ്റ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മെഷർമെന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു മെഷർമെന്റ്സിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ അങ്ങ് എഴുതിയെടുക്കുക. എന്നിട്ട് ഇതിൽ ചെയ്യുക. ഫസ്റ്റ് ചെയ്യുന്നത് ഇതിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ബോഡി നിർത്തിട്ടുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് 44 ഇഞ്ച് നിങ്ങൾ എടുത്തിരിക്കുന്ന പേപ്പറിൽ മാർക്ക് ചെയ്യുക. പിന്നെ വന്നിരിക്കുന്നത് ഷോൾഡർ എത്രയാണ് വന്നിരിക്കുന്നത്? 13 ഇഞ്ചാണ്. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അടുത്ത് വെക്കുക. ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക. കാൽക്കുലേറ്റർ ഇല്ലാത്തവർ ഇതേപോലത്തെ ടാപ്പും എന്തായാലും എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ആവശ്യമാണല്ലോ മെഷർമെന്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ഇല്ലാത്തവർക്ക് ഇതിൽ ചെയ്യാനുള്ള ഒരു പണിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഷോൾഡർ വേണം. ഷോൾഡറിന്റെ പാതിയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ നമ്മൾ ഷോൾഡർ ഇപ്പൊ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 13 നമ്മളിങ്ങനെ മടക്കാം. മടക്കുമ്പോ എത്രയാണ് കിട്ടുന്നത് നോക്കാം. എത്രയാ? 6.5. അപ്പോൾ ഞാൻ ഈ ഇഞ്ചസ് ഒക്കെ വരുന്നത് ഞാൻ ടാപ്പിന്റെ ഒരു പിക്ചറിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ, അതെല്ലാവരും നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് മനസ്സിലാക്കിയാലേ നമ്മൾ പറയണത് ഇനി മനസ്സിലാവുള്ളേ. അതെന്തായാലും പഠിക്കണം, അറിയാത്തവര് പഠിക്കണം. അപ്പൊ ഇവിടെ വലിയ ലൈൻ വന്നിരിക്കുന്നത് 1/2 ഇഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ 6.5 ഇഞ്ച്. ആ 6.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യും. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം രണ്ടാമത് നമുക്ക് താഴത്തോട്ട് മാർക്ക് ചെയ്യണം. താഴത്തോട്ട് ഇപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ എത്രയാണോ, പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് എത്രയാണോ നിങ്ങൾ അതതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ബോഡിയിൽ നിന്ന് ഒരു മെഷർമെന്റ് ആണ് എടുത്തിരുന്നല്ലോ, ആം റൗണ്ട് അല്ല ആം ഹോൾ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് എത്രയാണോ വന്നിരിക്കുന്നത് അത് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം
നമ്മള് വരച്ച് ഇങ്ങനെ അളന്ന് കിട്ടില്ലേ, ഈ ഹോൾ അളന്ന് കിട്ടില്ലേ, ആ അളന്ന് കിട്ടണതായിരിക്കണം ആം റൗണ്ടിന്റെ പകുതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ വരയ്ക്കാൻ പോവാണ്. അപ്പൊ എത്രയാണോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അത് തന്നെ അടയാളപ്പെടുത്താം. ഇനിയിപ്പോ റെഡിമെയ്ഡ് ഡ്രസ്സുകൾക്കൊക്കെ ആണെന്ന് വെച്ചാല് നമ്മൾ ഒരു അരയിഞ്ച് കൂട്ടിയിട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ തുടക്കമായതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാം. ചിലപ്പോ കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരും. ഈ റൗണ്ട് വരുന്നത്, ഈ ആം റൗണ്ട് നമ്മൾ ബോഡിന്ന് എടുത്ത ആം റൗണ്ട് അല്ലാത്ത പക്ഷം വരും. അപ്പൊ അതിന് നമ്മളത് ഇറക്കി വരച്ച് നമ്മളത് ആക്കിയെടുക്കണം. അല്ലെങ്കിൽ ഈ കൈയിന്റെ കുഴിന്റെ അവിടെ നമ്മൾക്ക് ടൈറ്റ് ഇറുക്കൊക്കെ വരും. അപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് എൽ സ്കെയില്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് എൽ സ്കെയില്. ഞാനിത് വാങ്ങിയത് മീഷോന്നാണ്. അപ്പൊ വേണ്ടവര് ലിങ്ക് അയക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്കതാ ഈ ഒരു സെറ്റ് ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഹിപ്പ് കർവ്, ലെഗ് കർവ്, അങ്ങനെ കുറെ സ്കെയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ യൂസസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പഠിക്കും. ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ലോങ് സ്കെയിലും എൽ സ്കെയിലാണ് ആവശ്യം. ഈ എൽ സ്കെയിൽ വെച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്യാമെന്ന് വെച്ചാല് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതിങ്ങനെ വെക്കാം. നമ്മൾ നേരെ ഇങ്ങനെ വരാം. 6:30 വരച്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ പോയിന്റ് കറക്റ്റ് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് എത്ര ഉണ്ടാകുന്നെങ്കിൽ ചെസ്റ്റ് 34. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെന്ന് വെച്ചാല് 34ന്റെ 4-1 കാണാം. 34 / 4 ചെയ്ത് കൊടുക്കാം. അപ്പൊ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതോടെ മാർക്ക് ചെയ്യാം. അപ്പൊ ഇനി അഥവാ നമുക്ക് നമ്മുടെ കയ്യില് കാൽക്കുലേറ്റർ ഇല്ല എന്നുണ്ടെന്ന് വെച്ചാൽ ഈ മെഷറിംഗ് ടാപ്പിൽ നമ്മൾ 34 എടുക്കാം. 34 എത്രയാ വരുന്നതെന്ന് വെച്ചാൽ അതിനെ 2 ഇഞ്ചസിലാട്ടോ 2 മടക്കാം. എന്നിട്ട് വീണ്ടും അതിനെ 2 മടക്കാം. അതിന് 4 മൊത്തം മടക്കാം. എന്നിട്ട് മടക്ക എത്രയില് വന്ന് നിൽക്കണേന്ന് നോക്കാം. 8.5. ആ 8.5 ഇതിന്റെ പാതി. 4, അതായത് 34 / 4 ചെയ്യുമ്പോ എത്ര കിട്ടും? 8.5 കിട്ടും. ആ 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്യട്ടെ. അപ്പൊ വരയ്ക്കണേക്കാൻ മുമ്പാട് നമ്മളിങ്ങനെ കറക്റ്റ് ലെവലിന് വെച്ച് ഒരു വര നീട്ടത്തിന് അങ്ങോട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നമ്മള് മാർക്ക് ചെയ്തില്ലായിരുന്നോ ആ 8.5 അവിടെ കുറച്ച് കയറി അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ. കറക്റ്റ് ലെവലിൽ തന്നെ വെക്കാൻ ശ്രമിക്കാം. വെച്ചപ്പോ ശരീരം ഒന്ന് കേറിപ്പോയി. നിങ്ങളാ തെറ്റ് വരുത്താതിരിക്കാൻ. അപ്പൊ 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. 8.5 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ ഒരു ലൂസ് ഇട്ട് കൊടുക്കണം. ലൂസ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ബോഡിയില് ഇപ്പൊ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെന്റ് ആണെന്ന് വെച്ചാല് കറക്റ്റ് അളവായിരിക്കും, കറക്റ്റ് ഫിറ്റിനായിട്ടിരിക്കും. അപ്പൊ നമ്മളൊരു ലൂസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തയ്യൽ തുമ്പ് കൂടാതെ നമ്മൾ കറക്റ്റ് എടുത്ത മെഷർമെന്റിനെ 4-1 മാർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൂസ് ആഡ് ചെയ്യാം. നിങ്ങൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കൂടാണ്ടിരിക്കും. ഒന്നിൽ കൂടുതൽ കൂടി കഴിഞ്ഞാൽ വല്ലാണ്ട് ബൾക്കായിട്ട് കിടന്നാൽ നമുക്ക് ഒട്ടും ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ലൂസിൽ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങൾ തയ്യൽ തുമ്പ് എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഇപ്പൊ ഇവിടെ തൽക്കാലം നിങ്ങൾ 1 ഇഞ്ച് ഇട്ട് പഠിക്കാം കേട്ടോ. എന്നിട്ട് വഴിയെ പഠിച്ചതിന് ശേഷം നിങ്ങൾ അത് 1/2 ഇഞ്ചാക്കി കുറയ്ക്കാൻ പഠിക്കണം. ഇപ്പൊ നമ്മൾ ലൂസിൽ ആഡ് ചെയ്യാം. ലൂസിൽ ആഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ പുറത്തേക്കൊക്കെ തയ്ച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഒരുപാട് തയ്യൽ തുമ്പൊക്കെ ഇട്ട് തയ്ച്ചു കൊടുക്കുന്നത് ഭയങ്കര ബോറായിരിക്കും. പ്രൊഫഷണലായിട്ട് തയ്ച്ചു കൊടുക്കുമ്പോൾ 1/2 ഇഞ്ചൊക്കെ ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കത്തുള്ളൂ. അപ്പൊ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുക്കാണ്ടിരിക്കുന്നത്. ഇപ്പൊ കസ്റ്റമറിന് ഇഷ്ടം അത്ര കൂടുതൽ ഇടണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇട്ട് ശീലിക്കാം. അപ്പൊ നമ്മളിവിടെ 4-ല് 34-ന്റെ 4-1 8.5 മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് ലൂസ് കൊടുത്തു, 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത്
ബ്രസ്റ്റ് റൗണ്ട് 34 തന്നെയാണ്. അത് ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡറിൽ നിന്ന് എത്ര താഴത്തോട്ട് വേണം, നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എത്രയാ വരുന്നത് നോക്കണം. നിങ്ങൾ ബോഡിയിൽ അളന്നെടുക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന്റെ അവിടെയാണ് നമ്മുടെ ബ്രസ്റ്റ് മെഷർമെന്റ് എടുത്തത് അല്ലെ. അപ്പൊ അത് എത്രയാ വരുന്നത് വെച്ചാൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൽ ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്, അത് വഴിയേ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം നമുക്കിവിടെ 34 തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് ഇവിടെ മാർക്ക് ചെയ്യണില്ല. പകരം നമ്മളോട് വേസ്റ്റ് റൗണ്ട് ആണ് മാർക്ക് ചെയ്തത്. വേസ്റ്റ് റൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 28 ഇഞ്ചസ് ആണ്. 28 ഇഞ്ചസിന്റെ 4/1 നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കുക, കാണാം. ഇല്ലാത്തവർ ടാപ്പ് പിടിക്കുക, ഇങ്ങനെ മടക്കാം, 4ആക്കി മടക്കാം. 4ആക്കി മടക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 28 4/1 7. ഈ 7 നമ്മളിവിടെ മാർക്ക് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് എൽ സ്കെയിൽ എടുക്കാം. അതിന് മുമ്പ് എത്തുമ്പോ ഷോൾഡറിൻ തൊട്ട് താഴെ തൊട്ട് ഒരു 13 ഇഞ്ചസ്. ഇപ്പൊ പല സൈസിൽ പല ആൾക്കാർക്കും പല സൈസ് ആയിരിക്കും, അതായത് ഹൈറ്റ് ഉള്ളവർക്ക് വ്യത്യാസം വരും. അപ്പൊ നമ്മളത് ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുമ്പോ ഇതും കൂടെ മെഷർ ചെയ്യാൻ പഠിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് 13 താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങള് ഒരു അംബർല എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അംബർലൊക്കെ തയ്ക്കാണെന്ന് വെച്ചാൽ ഈ നമ്മള് വേസ്റ്റിന്റെ അവിടെ കട്ട് ചെയ്തിട്ടാണല്ലോ തയ്ക്കാനുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മളൊരു തയ്യൽ തുമ്പായിട്ട് ഒരു 1 ഇഞ്ച് വിടണം. 1 ഇഞ്ച് വിടണം വെച്ചാൽ 1/2 ഇഞ്ച് മുകളിൽ നമ്മള് കൂട്ടിയടിക്കാൻ വിടും. 1/2 ഇഞ്ച് നമ്മള് ഇത് അംബർല നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് വേണ്ടി വരും. അപ്പൊ അങ്ങനെ വേണ്ടി വരും. അപ്പൊ നമ്മൾ വേസ്റ്റിന്റെ അവിടെ 13 എടുക്കുമ്പോ അംബർല കേസുകളിലൊക്കെ വരുമ്പോ നമ്മൾ 14 ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ സ്ലിറ്റിന് നമുക്ക് 13 തന്നെ എടുത്തുവെച്ചാൽ മതി. അപ്പൊ 13 വെച്ച് നമ്മൾ മാർക്ക് ചെയ്യാം. ഒരു എൽ സ്കെയിൽ വെക്കുക, 13ന്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരുമ്പോ കുറച്ച് ബോറടി ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ക്ലാസ് ആണെന്ന് ആലോചിച്ചാൽ മതി, അതായിരിക്കില്ല ഏറ്റവും വലിയ ബോറടി. അപ്പൊ നമ്മളിവിടെ 28ന്റെ 4/1 7 പറഞ്ഞു. അതിവിടെ മാർക്ക് ചെയ്യാം. നിങ്ങൾ പല ക്ലാസ്സുകളും കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ ഞാൻ പറയണത് ആ രീതിക്കൊന്നും ആയിരിക്കില്ല. അപ്പൊ എന്റെ രീതി ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ 7 ഇവിടെ മാർക്ക് ചെയ്യുക, 1/2 ഇഞ്ച് ലൂസ് ഇവിടെ മാർക്ക് ചെയ്യുക. മുകളിൽ എത്രയാണോ ലൂസ് കൊടുത്തത് അത്ര ലൂസ് തന്നെ താഴത്തും മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടാം. സ്ലിറ്റ് പോർഷൻ വരുമ്പോ അടിയിലേക്ക് നമ്മുടെ ഹിപ്പിന്റെ സൈസ് വരും. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഹിപ്പാണ്. ഹിപ്പ് എന്ന് പറയുമ്പോ നമ്മൾ ഷോൾഡറിൽ നിന്നും 21 അത് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമറോട് ചോദിക്കണം നിങ്ങൾക്ക് എത്രയിലാണ് സ്ലിറ്റ് വരേണ്ടത്. അപ്പൊ അവര് പറയും ഇത്രയും ഹൈറ്റിൽ സ്ലിറ്റ് ഇട്ടാൽ മതി എന്ന്. അപ്പൊ ബോഡിയിൽ നിന്നൊക്കെ അളന്ന് നിൽക്കുമ്പോൾ അളന്ന് തന്നെ എടുക്കാം. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഒരു 21 സ്ലിറ്റ് വരാം. റെഡിമെയ്ഡ് ഡ്രസ്സുകൾക്കൊക്കെ 21 സ്ലിറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അത് തന്നെ ഇവിടെ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ ഇതിങ്ങനെ എൽ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാം. ഹിപ്പ് വന്നിരിക്കുന്നത് 36. അപ്പൊ 36ന്റെ 4/1 നമ്മൾ കാൽക്കുലേറ്റർ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ എത്രയാ വരുന്നത്? 9 വരുന്നത്. അപ്പൊ 36ന്റെ 4/1 9. ആ 9 ഇവിടെ നമ്മള് ഹിപ്പ് റൗണ്ടിന്റെ അവിടെ മാർക്ക് ചെയ്യാം. നമ്മുടെ മുകളിൽ എത്രയാണോ ഫോളോ ചെയ്തത് ലൂസ് അത്രയും തന്നെ നമ്മൾ ഇവിടെ താഴത്തും യൂസ് ചെയ്യാം. 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങളുടെ താഴോട്ട് നമ്മൾ സ്ലിറ്റ് ആയിരിക്കാം. അപ്പൊ അത് സെയിം ആയിട്ട് ലൈനായിട്ട് തന്നെ വരയ്ക്കണം. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത് നമ്മുടെ ആം ഹോള്. എങ്ങനെയാ വരയ്ക്കേണ്ടതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ കാര്യം പറയട്ടെ. അപ്പൊ നമുക്കൊരു ചെസ്റ്റ് മെഷർമെന്റ് നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടാൽ തന്നെ നമുക്ക് അത് വെച്ചിട്ട് ബാക്കി എല്ലാ മെഷർമെന്റ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നെക്ക് ഞാൻ എഴുതുന്നത് കണ്ടുണ്ടോ?
നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് എത്രയാണോ ചെസ്റ്റ് വരുന്നത്, അതായത് എത്രയാണ് ചെസ്റ്റ് വരുന്നത് അതേ ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്, നെക്ക് വിഡ്ത്ത്. അപ്പൊ ഇവിടെ നമുക്ക് 34 ചെസ്റ്റ് വന്നിരിക്കും. 34 ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 2.8 കിട്ടും. അപ്പൊ ഇതാണ് നെക്ക് വിഡ്ത്ത് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇഞ്ചസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇഞ്ചസിൽ തന്നെ കൊടുക്കാം. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു 8 ആയിട്ടല്ലേ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു 3 നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ 3 കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന് 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാനിവിടെ 3 തന്നെയാണ് മാർക്ക് ചെയ്തത്. 2.8 ആണ് വരുന്നത്, പക്ഷെ ഞാനിവിടെ 3 അത് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഇവിടെ തയ്യൽ തുമ്പിന്റെ ആവശ്യം വരികയാണ്. അപ്പൊ ഞാൻ ഈ കേസിൽ ഇപ്പൊ ബേസിക് ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതിൽ അതൊന്നും വിടുന്നില്ല. ബാക്കിയുള്ള തുടർ ക്ലാസ്സുകളിൽ നമുക്കത് ഇതുമായി ബന്ധപ്പെട്ട പലതും പഠിക്കാനുണ്ട്. ഇനിയിപ്പൊ ഡീപ്പ് നെക്ക് കൊടുക്കുമ്പോൾ നമ്മളിത് കൂട്ടാനും ഈ പോയിന്റ് കുറയ്ക്കാനും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ വഴിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ഇത് ഇങ്ങനെ പഠിക്കാം, പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ആം ഹോള് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മള് ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച്, അതായത് ഇതിന്റെ ഇപ്പൊ ഇവിടെ ഈ ഒരു മെറ്റലിന്റെ പോർഷൻ ഉള്ള കാരണം കാണുന്നില്ല. ഒരു 1/4 ഇഞ്ച്, 2 പോയിന്റ് 1/4 ഇഞ്ച് നമ്മൾ എന്തായിട്ട് വിടണം, സ്ലോപ്പ്, ഷോൾഡർ സ്ലോപ്പ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇപ്പൊ അഥവാ നല്ല ഡീപ്പ് നെക്ക് കൊടുക്കുന്ന ഒരാള്, നീ ഡീപ്പ് നെക്ക് വേണം എന്ന് പറയുന്ന ഒരാൾക്കാണെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ചൊക്കെ ആയിട്ട് നമ്മളത് 1/2 ഇഞ്ചായിട്ട് ഈ സ്ലോപ്പ് മാർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ, അതിങ്ങനെ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോകും. കണ്ടിട്ടില്ലേ ചില കുട്ടികളുടെ ഡ്രസ്സ് ഇടുമ്പോ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങി പോണത്, അത് ഈ കേസ് വരുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഇവിടെ കൂട്ടാനും കുറയ്ക്കലൊക്കെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. പേടിക്കൊന്നും വേണ്ട, നമുക്കിതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ബാക്കില് നമ്മള് മെഷർമെന്റ് ഏരിയയില് 3 കൊടുക്കണം. 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതില് അധികം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിലാണ്. അത് എന്തിനാന്ന് വെച്ചാല് നമ്മള് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ നമുക്ക് ഒരുമിക്കണ്ടേ, ഒരുമിക്കണതിന് വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് നമ്മള് വിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ലോപ്പ് തമ്മില് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. ആ സ്ലോപ്പ് നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അത് മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ യോജിപ്പിക്കുന്നത്. 1/2 ഇഞ്ച് വിട്ടത് യോജിപ്പിച്ചിട്ടില്ല, മനസ്സിലായില്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് ഈ 1/2 ഇഞ്ച് വിട്ടതിന് തൊട്ടുള്ളിടത്തുനിന്ന് തൊട്ട് ഈ പോയിന്റ് വരെ അവിടെ നിന്ന് അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ഈ പോയിന്റ് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഒരു കർവ് വരച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത്, ഈ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം. അപ്പൊ ഇല്ലാത്തവർ ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കാം. ഇപ്പോഴത്തെ നിലവില് കുറെ മെഷർമെന്റ് ടൂൾസ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഫുൾ സെറ്റോട് കൂടിയുള്ളത് ഒരെണ്ണം പോലെ ഈ കാണിച്ചിരിക്കുന്ന പോലത്തേക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് മേടിക്കാം, അല്ലെങ്കിൽ അതാ ഇതേപോലത്തെ ഒരെണ്ണം മേടിച്ചു വെച്ചാലും മതി. 30 രൂപയ്ക്ക് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് എങ്ങനെ വരച്ചു കൊടുക്കാം. ഈ പോയിന്റ് വരത്തക്ക രീതിയിൽ ബാക്ക് ആം ഹോൾ ആണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പൊ അതിങ്ങനെ നമ്മള് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോ നമ്മുടെ ലൂസ് മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയി ഈ ലൈനോട് ചേർന്ന് ഇങ്ങനെ പോകണം. ഇനി നമ്മള് എന്ത് മാർക്ക് ചെയ്യണം, അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ടില്ലേ, അപ്പൊ നമ്മളിവിടെ എഴുതി വെച്ചതില് ഇവിടെ നമ്മള് ഒരു കണ്ടോ, ഇവിടെ നമ്മൾ എഴുതി വെച്ചാല് ആം റൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, 14. ആം റൗണ്ട് 14 വന്നിരിക്കുന്നത്. 14ന്റെ പാതി എത്രയാണ് വരുന്നത്, 14ന്റെ പാതി വരുന്നത് 7. ഈ 7 നമുക്ക് ഇവിടെ അളക്കുമ്പോ കിട്ടും. അതായത് ഇപ്പൊ നമ്മൾ ഈ പോയിന്റിന്റെ അവിടെ നിന്ന് വെച്ച് പതിയെ അളന്ന്
കേട്ടോ 7 കറക്റ്റ് കിട്ടണം. നമുക്ക് ലൂസ് വരുന്നിടത്ത് 7 വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഈ 7 ഇങ്ങനെ കിട്ടണം, അളക്കുമ്പോ 7 കിട്ടണം. ഈ കിട്ടിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ഈ ചെസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ശരിയൊന്ന് ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും ആദ്യം പുതിയ വരയ്ക്കണം. ആ വരച്ചിട്ട് അതും നമ്മൾ അളന്നിട്ട് 7 കിട്ടണം. ഇല്ലാന്ന് വെച്ചാൽ ആ കിട്ടണ വരെ നമ്മളിങ്ങനെ വരച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരു പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ഫസ്റ്റ് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ കുഴിച്ചു വെട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നു സെന്ററിൽ, എന്നൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റാം. മാറ്റിയിട്ട് നമ്മള് ഇവിടെ നിന്ന് ഈ ഫ്രണ്ട് മാർക്ക് ചെയ്തില്ലായിരുന്നു, ഈ പോയിന്റ് ഷോൾഡറിന്റെ സ്ലോപ്പ് മാർക്കിൽ അവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്തും ഈ പോയിന്റും വരത്തക്ക രീതിയിൽ ഇങ്ങനെ വരച്ചു പോണം. കുറച്ച് കുഴിയായി വന്നാലും കുഴപ്പമില്ല കേട്ടോ. അത് വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ കുഴിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും നമ്മളത് ഒപ്പിക്കണം. എന്നിട്ട് ഈ ലൈൻ എവിടെ മുട്ടണം? ഇവിടെ മുട്ടണം. ഈ മുകളിലത്തെ ഇതിലേക്ക് പോകാൻ പാടില്ല. 1/2 ഇഞ്ച് നമ്മള് എന്ത് വിട്ടിട്ട് തയ്യൽ തുമ്പിടി വിട്ടിട്ടില്ലേ, അവിടേക്ക് മുട്ടിക്കണം. അപ്പൊ അതിങ്ങനെ ചേർന്ന് പോണ രീതിയിൽ വേണം മുട്ടിക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ മാറ്റിയ അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ കറക്റ്റ് ഭംഗിക്ക് ഇങ്ങനെ വരും. അതെല്ലാം നമ്മൾ അളക്കേണ്ടത് റൗണ്ട് കിട്ടാനായിട്ട് ഈ ബാക്കിലത്തെ ആണ് ആക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യണേന്ന് വെച്ചാല് ഇത്രയും മാർക്ക് ചെയ്തല്ലോ. അപ്പൊ ഇനി ആ പോയിന്റ് നമ്മൾ ലൂസ് വിട്ടത് ലൂസും ഒപ്പാക്കി വരയ്ക്കാം. ഇന്ന് ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, ഞാനിങ്ങനെ വരയ്ക്കാണ് കേട്ടോ. എത്ര ഇപ്പോ ഇങ്ങനെ ലൂസ് മാർക്ക് ചെയ്തു വരയ്ക്കാം. പിന്നെ നമ്മൾ തയ്യൽ തുമ്പും കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. നമ്മളെ ഒരിക്കലും ഇങ്ങനെ കൂർമിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ കെയർ സ്കെയിൽ വെച്ച് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കാം. നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ കൂർമനെ നിൽക്കില്ലല്ലോ, നമ്മുടെ ഷേപ്പും അതേപോലെ ഇല്ലല്ലോ. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടുന്ന് താഴത്തോട്ട് നമ്മൾ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മള് ഒരു ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ വരയ്ക്കും. ഇനിയിപ്പോ ഇവിടെ ഇതില് നമ്മൾ പറയാനുള്ളത് ബാക്ക് നമ്മളിങ്ങനെ 3 ഇഞ്ചസില ചെയ്യണേന്ന് പറഞ്ഞു. അതിങ്ങനെ വരയ്ക്കുക. 3 ഇഞ്ചസ് നമ്മള് ഇവിടെ ഇങ്ങനെ കെർവ് ചെയ്ത് കൊടുക്കാം. ഈ സ്കെയിൽ വെച്ചിട്ട് തന്നെ കെർവ്. അപ്പൊ മൾട്ടി പർപ്പസ് യൂസ് കിട്ടും ഇതിന്. പിന്നെ നമ്മളെ ഫ്രണ്ട് നെക്ക് നിങ്ങൾക്ക് ഇതിപ്പോ ബാക്ക് പോർഷൻ ആണ് വരച്ചത്. അപ്പൊ ഫ്രണ്ടും ബാക്കും ഞാൻ ഒരു ഷീറ്റിൽ തന്നെയാണ് വരച്ചത് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നമ്മള് ലെങ്ത് ആയിട്ട് 5 ആയിട്ട് എടുക്കാം. നമ്മള് മാർക്ക് ചെയ്തേക്കുന്നതും 5 തന്നെയാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്. അപ്പൊ 5 ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ താഴത്തോട്ട് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പല ഡിസൈനിങ് യൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ റൗണ്ടിൽ പഠിക്കണതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളിതുപോലെ ബാക്കും നമ്മളിതുപോലെ ഒരു കർവ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പൊ ഇത് ബാക്ക് നെക്ക് ലെങ്ത്, ഇത് ഫ്രണ്ട് നെക്ക് ലെങ്ത്. അപ്പൊ ഞാൻ ഇത്രയും, ഇത് ചെസ്റ്റ്, ഇത് ബെസ്റ്റ്, ഇത് ഹിപ്പ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഡാർട്ട് ഇടുന്ന കാര്യമൊക്കെ ഉണ്ട്, അത് ഞാൻ വേറൊരു ക്ലാസ്സിലൊക്കെ ആയിട്ട് പറഞ്ഞുതരാം. ഇനി തുടർ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാല് ചോദിക്കാം, കമന്റിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ വേറൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കാം.